അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോ ഈ പെട്ടിയെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്താണ് സംഭവം? വേറൊന്നുമല്ല, നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പെട്ടി അയപ്പിച്ചതാണ്. അപ്പൊ കുറച്ചു മുമ്പാണ് ഈ സംഭവം വന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങള്. പിന്നെ എല്ലാരും ചോദിക്കാറുണ്ട് വീഡിയോ എന്താ ഇടാത്തതെന്ന്. കുറച്ച് തിരക്കിലൊക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. നമ്മൾ വീട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റൂമിൽ താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു വീട്ടിലേക്ക് മാറി. അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സാധനങ്ങൾ കുറച്ച് അയപ്പിച്ചത്. അപ്പൊ എന്നാലും നമുക്ക് എന്താണ് ഇതിന്റെ അകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ. അപ്പൊ നമുക്ക് പൊട്ടിക്കാം. അപ്പൊ നമുക്ക് ഈ കത്തി കൊണ്ടിട്ട് ഇവനായിട്ട് പൊട്ടിക്കാം. എന്താണെന്ന് നോക്കാം. ഭയങ്കര സെറ്റപ്പ് പാക്കിങ് ആണോ? രക്ഷയില്ലാത്ത പാക്കിങ്. വീട്ടിൽ നിന്ന് മൊത്തത്തിൽ കടൂറാക്കിയാണ് വിട്ടിട്ട്. പക്ഷേ അവരെല്ലാം സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് ഒരു 7 വാറ് പോലും കൂടാനുള്ള സാധനം വിളിച്ചത്. ആദ്യം തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് വീട്ടില് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് കഴിക്കട്ടെ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇതാണ്ട ഈ മുണ്ട്. കാരണം സാധ്യത മുണ്ട് ഒരു 100 ജോഡി മുണ്ടൊക്കെ അയപ്പിച്ചിട്ടുണ്ട്. മുണ്ട് ഉണ്ട്. എന്തായാലും ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആദ്യം മുണ്ടൊക്കെ മാറ്റി ഇത് വെള്ളമുണ്ട്. കാതിരാണ് ഇത് ഞങ്ങള് ഓർഡർ ചെയ്താട്ടാ. ഇത് ഒരു ജുബ്ബയാണ്, എനിക്കാണ്. എങ്ങനെയുണ്ട്? കണ്ട എല്ലാരും ഇതിന്റെ കാര്യമൊന്നും പറയണ്ട. ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റാണ്. എനിക്ക് അച്ചായ എടുത്തുള്ള ഗിഫ്റ്റാണ്. നല്ല ഷർട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സാരി ഞങ്ങള് ബുക്ക് ചെയ്താണ്, ഓർഡർ ചെയ്താണ്. നല്ല സാരി അല്ലേ ഈ പുള്ളിക്കാരത്തിയാണ്. ഇതെന്താ ഷർട്ടാണ് കിട്ടിയെന്ന് പഴയ ഷർട്ടാണ്. ഓക്കെ, എന്തായാലും ഇതാണ് സമ്മർ അല്ലേ. ഇത് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് കേട്ടോ. ഈ പുള്ളിക്കാരത്തി വെറുതെ പറയണേ. ഇത് പട്ടുസാരി, കേരള സാരി. അത് തന്നെ. ചക്കവറുത്ത പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ വീട്ടിൽ വറുത്താണ്ടാ. സൂപ്പർ ആയിട്ടുള്ള മിക്സർ. എനിക്ക് വയറൊരു കംപ്ലൈന്റ് ആയ കാരണം മിക്സറിന് മുളക് പൊടി ഇട്ടിട്ടുള്ള അറിഞ്ഞത് ഇതൊക്കെ തിന്നു തീർക്കാനുള്ള സാധനമാണ്. ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണണ്ടാ, പുറത്തുനിന്ന് കഴിക്കണം നല്ലത്. മെയിൻ സാധനം കറിവേപ്പില ഉടക്കിയത്. പൊളി പൊളിക്കുന്നുണ്ടോ? 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. 2 പാക്കറ്റ് സാധനമുണ്ട്. ഈ പുള്ളിക്കാരുടെ മാല ഇട്ട് ഒരു വരവുണ്ട്. അത് തന്നെ ആദ്യം തന്നെ പൊട്ടിച്ചു. എനിക്ക് വെക്കണ്ട, താമസാ. മല്ലിപ്പൊടി. സത്യം പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നു. നമ്മളൊന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ സാധനങ്ങളൊക്കെ തീർന്ന കാരണം അയപ്പിച്ചാണ്. എന്തായാലും കുഴപ്പമില്ല, നല്ല പാക്കിംഗ് ആണ് വരുന്നത്. ഇതൊക്കെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് അയച്ചേക്കുന്നതാണ്. ഇതൊക്കെ പുറത്തുനിന്ന് മേടിച്ചല്ല, ഇന്ന് പുറത്തുനിന്ന് മേടിച്ച സാധനമല്ലത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് സെറ്റാക്കിയ സാധനം. മല്ലിപ്പൊടി, ഇത് മുളക് പൊടി, ഇത് കാശ്മീർ, ഇത് സാധാ മുളക് പൊടി, പെപ്പർ പൗഡർ, കുരുമുളക് പൊടിച്ചത്. ഇതൊക്കെ വീട്ടിൽ പൊടിച്ചാണ്ടാ. മസാലപ്പൊടി എല്ലാം കുറെ കാലത്തേക്കൊന്നും വാങ്ങിക്കണ്ടാവും. ഒന്നും മേടിക്കണ്ട. കടുത്ത മുളക് പൊടി. ചിപ്സ് ഇതാണ് ഏറ്റവും അധികം. ചിപ്സ് ആണ് കഴിക്കാൻ പൊടിയാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീട്ടിൽ തന്നെ വെക്കുക. പൊടിഞ്ഞിട്ട് ഇത് മാത്രം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അയ്യോ, പൊട്ടിപ്പോയി. ഇതിനുള്ളിൽ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മീതെ വെച്ച് പാക്ക് ചെയ്തിട്ടാന്ന് തോന്നുന്നു. ചിപ്സിന്റെ കവർ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ അവരെ കുഴപ്പമില്ല,
നല്ലത്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുതിഞ്ഞ കറക്റ്റ് കുഴപ്പമായിരിക്കും. കുഴപ്പമില്ല. വേറൊരു എന്തെങ്കിലും കവർ എടുക്കും, അത് മാറ്റാം. ഇത് പിന്നെ ചെറിയൊരു ഇഡലിച്ചെമ്പ്. ഒരു സാധനം നല്ല പോർട്ടബിൾ ആണ് സാധനം. വലിയ ചെറുതുമാണ്, കൺവീനിയന്റും ആണ്. ഇഡലിയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ഇഡലി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാം. ഇത് നമ്മൾ മറ്റേ കുത്തിവെക്കണ സെറ്റപ്പൊന്നുമല്ല, ഇങ്ങനെ വെച്ചാൽ മതി. സെറ്റപ്പാണ്ട ഇങ്ങനെ വെച്ചാൽ മതി. ഇത് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും തോന്നുന്നു. ഇത് നമ്മള് ആവി കയറ്റുന്ന ഒരു ഇതും, പിന്നെ നമ്മള് ഇഡ്ഡലി കുഞ്ഞിതാണ്, ഭയങ്കര ചെറുതാണ്. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ ഇങ്ങനെ അയക്കാനൊക്കെ പറ്റിയ ഒരു സൈസാണ്. ഇപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് മതിയല്ല. കൊള്ളാം, ഈ പാത്രം കൊള്ളാം. ഇതിന്റെ ഒരു എന്തായാലും അടിപൊളി, കാണാനും ഭംഗിയുണ്ട്. അങ്ങനെ വെച്ചോ. പിന്നെ മിക്സിയുടെ ജാറ് ഞങ്ങള് വന്നപ്പോ ഒരു മിക്സി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയൊരു ജാറും പിന്നെ ഒരു ജ്യൂസറിന്റെ ഇതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു മീഡിയം ജാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് മേടിച്ചയച്ചതാണ്. അതും എന്തോ ഒരു പാത്രം പൊട്ടിക്ക്. ഓ, ഇതാ ഇഡലിത്തട്ടിന്റെ ബാലൻസ്. ഈ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മുടെ ഇതെന്താ പറയാ, അപ്പച്ചട്ടി. അപ്പം ഉണ്ടാക്കാൻ വെള്ളയപ്പോ മുട്ടക്കറി. അപ്പവും മുട്ടയാണ് സാറേ നമ്മുടെ മെയിൻ. ഇത് അപ്പച്ചട്ടിയുടെ അടപ്പ. അതിന്റെ അകത്തേക്ക് തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിലാണ്. ആ ചിപ്സ് പൊട്ടിയോണ്ടേ ഇതിനകത്ത് മൊത്തത്തില് ചിപ്സിന്റെ മൊത്തത്തിലതാണ്. നല്ല പാത്രം. എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ആ വെയിറ്റ് തോന്നിക്കുന്നത്. ഓ, ഇതിന്റെ ഉള്ളിൽ ഐറ്റംസ് ഉണ്ട് കേട്ടാ. സേവാനാഴി, ഇടിയപ്പത്തിന്റെ സേവാനാഴി. പിന്നെ ഏതൊരു ഗണത്തിൽ വരുന്ന ഇത് പെരുംജീരകം, നമ്മുടെ മസാലക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ടേ. മാങ്ങ ഉണക്കിയത്, മാങ്ങാത്തൊലിന്ന് ഞങ്ങള് പറയും, ഞങ്ങളുടെ നാട്ടിൽ പറയും മാങ്ങാത്തൊലി. ഇതെന്താണ്? എന്താ ഇത് പുളി. പുളിയാണത്? പുളിയല്ല, ഇതെന്താന്നറിയാമോ? ഇതാണ് ചക്ക അടയുണ്ടാക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ട സാധനം. നോക്കട്ടെ കുറച്ചായി. ചീത്തയുണ്ടോ? ഓ, ചക്കയുടെയൊക്കെ സ്മെല്ല് അടിപൊളി, അടിപൊളി സ്മെല്ല്. ഇവിടെ വയ്ക്കുന്ന പാത്രങ്ങൾക്കൊന്നും അടിയിൽ വലിയ കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് പാത്രം അയക്കാൻ വിചാരിച്ചു. ഇത് കുരുമുളക് പൊടിയാണ്. പൊടിയല്ല, നല്ല കുരുമുളകായിരിക്കും അല്ലേ? ഇത് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പല്ലേ? അണ്ടിപ്പരിപ്പാണ്ടാ. പക്ഷേ ഈ അണ്ടിപ്പരിപ്പ് പുറം കഴിച്ചിട്ട് ഇവിടെ ഇരിക്കണ അണ്ടിപ്പരിപ്പ് കഴിച്ചെനിക്ക് രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതാ ടേസ്റ്റ്. ഇത് പൊട്ടിട്ടില്ല, പൊട്ടി വരുന്നുണ്ടാവുന്നുള്ളൂ കവറ്. ഇത് അണ്ടിപ്പരിപ്പ് മാത്രമല്ല ഇതിനകത്തുള്ളത്. നോക്കിക്കേ, തുറന്നു നോക്കി. ഇതിപ്പോ ഇവിടെ മുണ്ടെടുത്തൊരു ഷോയുണ്ട്.
ഇപ്പൊ ഇവിടെ സമ്മർ ആയതുകൊണ്ട് വലിയ തണുപ്പില്ല. അതിനകത്ത് മസാലയൊക്കെ ഉണ്ട്, മസാലയൊക്കെ ഉണ്ടാവും. മസാലയുടെ സ്മെല്ല് വരുന്നുണ്ടല്ലേ, മസാല ഐറ്റംസ്. ഇത് നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെയാ. പായസം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. കുറെ ഉണക്കമുന്തിരി അല്ലല്ലോ ഇതെന്താ പറയണ, കിസ്മിസ്. അതന്നെ ഉണക്കമുന്തിരി. കിസ്മിസും കുറെ കാഷ്നട്ടും ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. കാഷ്നട്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടണ സാധനമാണ്. അണ്ടിപ്പരിപ്പ്, ഏലക്ക ഉണ്ട്. നല്ല ജീരകം ഉണ്ടാവും, നല്ല ജീരകം. ഇത് കണ്ടാ, ഇതെന്താ പറയാമോ, പേപ്പർ വാഴയില. ഓണം ഉണ്ടാൻ വേണ്ടിട്ടുണ്ടാ. വിഷു ആയിരുന്നു ഉണ്ടായത്. നമുക്ക് ഇലയൊക്കെ മിക്സ് ചെയ്യല്ലോ, നമ്മൾ ഇവിടെ വരുമ്പോ ഇലയൊക്കെ നമുക്ക് മിക്സ് ചെയ്യും. പിന്നെ ഇവിടെ കിട്ടും, പക്ഷെ ഇവിടെ നല്ല റേറ്റ് ആട്ടോ. പിന്നെ ഞങ്ങൾ എന്താണെങ്കിലും അയപ്പിക്കല്ലേന്ന് കരുതി കുറച്ച് അയപ്പിച്ചതാ. വാഴയിലല്ല, പേപ്പർ വാഴയില. ഇതാണ് ഐറ്റം. ഉഷാറായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട് കണ്ടോ. അയ്യോ, ഏറെ പ്രതീക്ഷയോടുകൂടി ആയിട്ട് സാധനം തവിട് പൊടിയായിരിക്കുന്നു. എന്റെ ഭഗവാനെ, തീരെ പാക്കിങ് ശരിയായിട്ടില്ല. കറച്ചട്ടി പൊട്ടിപ്പോയി, സങ്കടമായിപ്പോയി. ഇത് ഈ പാർസലുകാരുടെ പ്രശ്നമല്ല കേട്ടോ, ഇത് പാക്ക് ചെയ്തതിന്റെ പ്രശ്നമാണ്. ഇത് നോക്കിയേ, ഇത്രയും ദൂരെ പറഞ്ഞ സാധനം ഇത്രയും കട്ടിയുള്ള റാപ്പിലാണ് വീട്ടിൽ അയച്ചേക്കുന്നത്. അത് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തതിന്റെ പ്രശ്നം. ഇവര് സേഫ് ആയിട്ട് തന്നെ സംഭവം എത്തിച്ചേക്കുന്നത്. ഇത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയൊക്കെ ചെയ്യല. അല്ല, ഇത് നമുക്ക് കാലത്ത് അറിയാറില്ല. ഇത്രയും കട്ടിയിൽ അയച്ച എന്താണെങ്കിൽ ചട്ടി പൊട്ടുമല്ലോ. ഞാന് വളരെ വലിയൊരു ആകാംക്ഷയിലൊക്കെ ഇരുന്ന് കറിച്ചട്ടിയിൽ മീൻകറിയൊക്കെ വെക്കണമെന്ന് ഓർത്തൊക്കെ ഇരുന്നതാ. പൊട്ടിപ്പോയി, നടപടി ആയില്ല. ഒട്ടിച്ചെടുക്കാൻ പോലും പറ്റില്ല. ഇതെങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയില്ല. പൊട്ടിപ്പോയത് വേറൊരു തരത്തിലാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഈ ഒരു പാഴ്സൽ അയച്ചതിന്റെ ആ ഒരു ആളല്ല ആ ഒരു കാർഗോ, അവരടിപൊളിയാ. അവര് പാക്കിങ് എല്ലാം സെറ്റാ. നമ്മൾ അയച്ച ഈ കബോർഡ് ഭയങ്കര മോശമായിരുന്നു. എന്നിട്ട് അവരുടെ പാക്കിങ്ങിലാണ് നമുക്ക് അയച്ചു തന്നെ. അവരുടെ പാക്കിങ് എല്ലാം നല്ല പക്ക നീറ്റാണ്, പക്ക ക്ലീനാണ്. അവരുടെ പാക്കിങ് കൊണ്ട് നമ്മളുടെ ഒരു സാധനവും പൊട്ടിപ്പോവോ നഷ്ടപ്പെട്ടു പോവോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ചട്ടി പൊട്ടിയത്, അത് ഈ ആകെപ്പാട് ഇത്രയും ബബിൾ റാപ്പ് വെച്ചിട്ടാ ഇത്ര ദൂരത്ത് വീട്ടിൽ നിന്ന് ചട്ടി അയച്ചേക്കുന്നത്. അപ്പൊ പറഞ്ഞതായിരുന്നു നന്നായിട്ട് പാക്ക് ചെയ്യണമെന്ന്, പക്ഷെ അത് ശരിയായിട്ടില്ലായിരുന്നു. ഒരു 5-6 ലെയർ കൂടി. ഈ ഒരു ബബിൾ റാപ്പ് അല്ല ചട്ടിയിൽ വേണ്ട, കുറച്ചുകൂടി വലിയ റാപ്പ് ആയിരിക്കണം. കുറച്ചുകൂടി തുണിയൊക്കെ ചുറ്റി സേഫ് ആയിട്ട് വെക്കണമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നല്ല വെച്ചിട്ടുണ്ടായിരുന്നത്, വെറുതെ ഒന്ന് ചുറ്റി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൊട്ടിയത്. അല്ലാതെ ഇവരെ നമുക്ക് കുറ്റം വരാൻ പറ്റില്ല, നമ്മളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ നോക്കിയപ്പോ വന്ന പ്രശ്നമല്ല. പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കുന്നെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനം, ISO അല്ലേ എന്തോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് മാത്രമേ അയക്കാൻ പറ്റൂ. അതിൽ തന്നെ മുളക് പൊടി ഒന്നും അയക്കാൻ പറ്റില്ല, മുളകായിട്ട് അയക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കാർഗോ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്. അപ്പൊ അവർക്ക് ഇത്രയും കാലം UK-ന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ അയക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എന്തോ അവര് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഇന്ത്യയിൽ ഇങ്ങോട്ട് അയക്കാവുന്നത്. അപ്പൊ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞു നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് എന്ത് വേണമെങ്കിൽ അയക്കാൻ പാടില്ലാത്ത 1-2 സാധനങ്ങൾ ഉണ്ട്. അത് അവർ നമുക്ക് ലിസ്റ്റ് തരും എന്തൊക്കെ അയക്കാൻ പാടില്ലാന്ന്. പിന്നെ നമ്മുടെ ഓർണമെന്റ്സ്, ഇപ്പം ഗോൾഡ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും എന്തയച്ചാലും അതിന് പ്രത്യേക ചാർജ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു മാല അയച്ചതിന് തന്നെ 5 പൗണ്ട് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചില ഐറ്റംസിന് മാത്രം സ്പെഷ്യൽ ചാർജ് കൊടുക്കണം.
നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അയക്കാം. നമ്മളത് നന്നായി പാക്ക് ചെയ്യണം, പിന്നെ അവർക്ക് ലിസ്റ്റും കൊടുക്കണം, കൃത്യമായിട്ട് അളവും പേരും കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് എന്ത് വേണമെങ്കിലും അയക്കാം. അങ്ങനെ ഞങ്ങൾ ഇത് ചൂസ് ചെയ്തേ. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് നമുക്ക് ഈ ഒരു ഇത് നമ്മൾ അയക്കുന്ന പെട്ടി മോശമാണെങ്കിലും അവർ നമുക്ക് റീപാക്ക് ചെയ്യുമ്പോൾ നല്ലത് ഫ്രീ ഓഫ് കോസ്റ്റിൽ തരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്താണിത്. പിന്നെ അയക്കുമ്പോന്ന് വെച്ചാല് ഞങ്ങൾക്കിപ്പോ മൊത്തം ചാർജ് ആയത് 180 അല്ലേ, 180 പൗണ്ടാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഉള്ളത് മെയിൻലാൻഡിലല്ല, നോർത്തേൺ എയർലൈൻസിലാണ്. നോർത്തേൺ എയർലൈൻസിലാവുമ്പം ഒരു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും ആയത്. അല്ലാത്ത പക്ഷം എത്ര കിലോയ്ക്കാ, 10 കിലോയ്ക്ക് 50 പൗണ്ട്, 10 കിലോയ്ക്ക് 50 പൗണ്ട് അങ്ങനെയാണ്. അപ്പോ ഞങ്ങൾ ശരിക്കും 30 കിലോ അയച്ചിട്ടുണ്ട്. അപ്പോ ഷിപ്പിംഗ് ഇല്ലാതെ, നോർത്തേൺ എയർലൈൻസ് അല്ല, മെയിൻലാൻഡ് ആണ്, UK, ഇംഗ്ലണ്ട് ആ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവുന്നത് എത്രയാ, എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല. നമുക്ക് ആകെ ആ 10 കിലോയ്ക്ക് 50 പൗണ്ട് വെച്ചിട്ട് നമ്മൾ എത്രയാണോ അയക്കുന്നതിന്റെ ചാർജ് മാത്രമേ വരുള്ളൂ. നോർത്തേൺ എയർലൈൻഡ് ആയതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു 25 പൗണ്ട് 26 പൗണ്ട് ആയിട്ട് ഷിപ്പിംഗ് ചാർജ് വന്നത്. അതാണ് അവിടെ നമുക്ക് ആകെ ചാർജ് ആയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഈ ഗോൾഡ് അല്ല, ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ ഓർണമെന്റ്സ് അയച്ചുകൊണ്ട് അതിന്റെ ഒരു എക്സ്ട്രാ 5 പൗണ്ട് വന്നിട്ടുണ്ട്. വേറെ സർവീസ് ചാർജസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഓഫീസ് ഉള്ളത് മുംബൈയിലാണ്. അപ്പൊ ഇവരുടെ അടുത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും സംസാരിച്ച് ഇന്ന സാധനങ്ങളാണ് അയക്കുന്നത് എല്ലാം പറഞ്ഞ് നമുക്ക് അവര് കോൺട്രാക്ട് അയച്ചു തരും. അതെല്ലാം വായിച്ച് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കാൻ റെഡി ആവുന്നത് ആ ഡേറ്റ് അവരോട് പറഞ്ഞാൽ അവർ അന്ന് നമ്മുടെ വീട്ടിലേക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ആള് വരും. അപ്പോൾ അവർക്ക് മെയിൻ ഓഫീസ് ഉള്ളത് മുംബൈയിലായതുകൊണ്ട് തന്നെ ഇവര് നമ്മളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ട്രെയിൻ സർവീസ് വഴിയാണ് മുംബൈയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അയക്കുന്നതായിരിക്കും മുംബൈ വരെ പോവുക. അവിടെ നിന്നാണ് പിന്നെ അവർ റീപാക്ക് ചെയ്യുക. അപ്പൊ അതാണ് ഈ ചട്ടി പൊട്ടാനുള്ള മെയിൻ കാരണം. നമ്മൾ പാക്ക് ചെയ്ത് അയച്ചത് പ്രോപ്പർ അല്ലാതിരുന്നതുകൊണ്ട് തന്നെ അവര് ഓരോ ഐറ്റവും എടുത്ത് റീപാക്ക് ചെയ്യത്തില്ല. അവര് ഓരോ ഐറ്റം നമ്മൾ അയക്കുന്ന പെട്ടിന്ന് എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേറെ നല്ല പ്രോപ്പർ പെട്ടിയിലാക്കി അയക്കുക ചെയ്യുന്നുണ്ടാവുക. അപ്പോ നല്ല സർവീസ് ആയിരുന്നു. അപ്പം ആർക്കെങ്കിലൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഗോ ഫോഴ്സ് എന്നാണ് അവിടുത്തെ ഒരു പേര്. ഞങ്ങളവരെ ഇൻസ്റ്റാഗ്രാമിലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ സാധനങ്ങളെല്ലാം അയക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോ വരും വരെ എല്ലാവർക്കും വണക്കം.